രാഷ്ട്രീയം ആര് ജയിക്കാനാണ് സാധ്യത? എന്തുകൊണ്ട് അരുൺകുമാർ? യാതൊരു കാര്യവും ഈ മണ്ഡലത്തിൽ ചെയ്തിട്ടില്ല. റബ്ബർ പാർക്ക്, ഹൈമാസ്റ്റ് ലൈറ്റ്, പഞ്ചായത്തിന്റെ കറണ്ട് ചാർജ് വർദ്ധിപ്പിക്കാനായിട്ട് 2 ലൈറ്റ് കൊണ്ടുപോകും. ഒരു നിമിഷം ഒരു വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. നടക്കുന്നില്ലേ? നടക്കുന്നില്ല. സംസ്ഥാന സർക്കാരല്ലേ ഇവിടെ ഭരിക്കുന്നത്? സംസ്ഥാന സർക്കാരല്ല, പക്ഷേ കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു ഒറ്റ ഫണ്ട് ഇവിടെ ഞങ്ങളെ സംസ്ഥാന സർക്കാരും ഞങ്ങളുടെ ബഹുമാന്യനായ MLA ഗതാഗത വകുപ്പിന്റെ ആ വികസനം ഞങ്ങൾ ഇവിടെ ഇഷ്ടം പോലെ നടത്തുന്നുണ്ട്. എംപിയുടെ ഭാഗത്തുനിന്ന് വികസനമില്ല. ഈ ബഹുമാനപ്പെട്ട ഇവിടെ നമ്മുടെ ഗണേഷ് കുമാറിന്റെ പാർട്ടിയുടെ ആള് തന്നെ പറയുന്നു പത്തനാപുരത്തും വികസനമില്ലെന്ന്. നമ്മളെന്താ ചെയ്യുന്ന പറയുന്നത്? പത്തനാപുരത്തും വികസനമില്ലെന്ന്. എംപിയുടെ വികസനമില്ല. എംപിയുടെ വികസനം MBA എംപിയുടെ വികസനമില്ല. MBA കാണാനേ ഇല്ല. എംപിയുടെ വികസനം മാവേലിക്കരയിലില്ല. അദ്ദേഹം 30 വർഷക്കാലമായിട്ട് ഇവിടുത്തെ MB ആയി പ്രതിനിധീകരിച്ചിട്ട് ഇവിടെ ഈ പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ ഈ പറഞ്ഞ പോലെ റബ്ബർ പാർക്ക് അന്ന് അദ്ദേഹത്തിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യമാണ്. ഇത് നടപ്പിലാക്കിയിട്ടില്ല. അവർക്ക് തന്നെ ആശയക്കുഴപ്പമാണ്. ആദ്യം പറഞ്ഞു പിറകുന്തൂരാണെന്ന്, പിന്നീട് പറഞ്ഞു കുര്യോട്ടുമലയിലാണെന്ന്. വികസന പദ്ധതികൾ നടത്തിയിട്ടില്ല. 7 വർഷമായി MPയുടെ ഫണ്ട് പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ എന്ത് ഇവിടെ നടത്തിയെന്ന് അദ്ദേഹം പറയേണ്ടിയിരിക്കും. നമ്മുടെ റബ്ബർ പാർക്ക് പിറവന്തൂരാണ്. പിറവന്തൂര് കുരുവോട്ടമല റബ്ബർ പാർക്ക് 90% പണി കഴിഞ്ഞു. അത് സത്യമുള്ള കാര്യമാണ്. 90% പണി കഴിഞ്ഞു. ഈ രണ്ടാമത്തെ കാര്യം പറയാം, പത്തനാപുരം MLAയുടെ കാര്യം പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് താലൂക്ക് ആശുപത്രി സ്വന്തമായിട്ട് താലൂക്ക് ആശുപത്രി ഇല്ല. താലൂക്ക് ആശുപത്രി ആകെ നിയമം പത്തനാപുരം മാത്രമേ ഉള്ളൂ. താലൂക്ക് ആശുപത്രി ഇല്ല. ഇവിടെ ഇവിടെ ആദ്യമായിട്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കൊണ്ടുവന്നത് കൊടിക്കുശ്ശേരി MPയുടെ ഫണ്ടാണ്. പട്ടാഴി വടക്കേക്കര പഞ്ചായത്തിലെ MPയുടെ ആദ്യത്തെ ഫണ്ട് ഉണ്ട്. പ്രാഥമിക ആരോഗ്യം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മണ്ഡലത്തിൽ നിന്ന് കൊടിക്കുന്നിൽ പോകുന്നതാണോ അരുൺകുമാർ പോകുന്നതാണോ നല്ലത്? ഇവിടെ കൊടിക്കുന്നിൽ തന്നെ പോകുന്നത് നല്ലത്. എന്തുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷ്? വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ ഉണ്ടായിരുന്നു. ഇവിടെ എന്താ കൊടിക്കുന്നിൽ സുരേഷിന്റെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് സമാധാനം. അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും എല്ലാം സമാധാനം ഉണ്ടാകണം. പ്രവർത്തനങ്ങൾ എങ്ങനെ വേണമെന്ന് കേരളത്തിലെ ഇന്ത്യയിലെ MPമാർക്ക് മാതൃകയായി പ്രവർത്തിച്ച MPയാണ് കൊടിക്കുന്നിൽ സുരേഷ്. അങ്ങനെയാണോ? മാതൃകയാണോ? അങ്ങനെ തന്നെ കൊടിക്കുന്നിൽ മാതൃകയാ. ഓക്കെ, കൊടിക്കുന്നിൽ മാതൃകയാണോ? ഞാൻ വീട്ടിലിരുന്ന മാതൃക കാണിച്ചത്. ഈ ലൈറ്റ് കൊടിക്കുന്നിൽ കൊണ്ടുവന്നേ പറഞ്ഞു. നിങ്ങൾ കൊണ്ടുവന്ന ലൈറ്റ് അല്ലേ ഇത്? ആ പുള്ളി പറഞ്ഞത് ഈ ലൈറ്റ് കൊടിക്കുന്നിൽ കൊണ്ടുവന്നേ.